السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പെർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കെല്ലാവർക്കും പിടിയുള്ള പോലെ ഇസ്ലാം ദീന് 1400 വർഷத்துக்கு മുന്നിലെ കംപ്ലീറ്റ് ആയ ഒരു ദീൻ എത്തിക്കൽ. സൂറത്തുൽ മാഇദറു 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല சொன்ன പോലെ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നത്തെ നാള് നിങ്ങളെ ദീൻ ഇതാ നിങ്ങൾക്ക് നാ പൂർത്തിയാക്കി തന്നെ നന്റെ നിഅമത്തില് നിങ്ങൾക്ക് നാൻ ചൊർച്ചു തന്നെ ഇസ്ലാം ചൊല്ലുற ദീന് അത് കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലുற രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു തആല ആ സൂറത്തു മാഇദയുടെ 3-ാമത്തെ ആയത്തില് ചൊന്തണ്ടത് നമുക്ക് കാണാൻ സാധ്യവും. ഇസ്ലാം ദീൻ കംപ്ലീറ്റ് ആയിട്ട് ചൊന്നെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും കൂട്ടുക ഇല്ലാത്ത രൂപത്തിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാടി തന്നേറ്റിക്കറ് ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൊല്ലുന്നത് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറോ ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എത്തുപാട്ടതായി എന്തുള്ള കാര്യമുണ്ടാ ഒന്നും ഞാൻ നിങ്ങൾക്ക് ചൊന്തറാണ്ടെ വിട്ടുപോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിക്ക് നിങ്ങളെ മുട്ട എത്തുപാട്ട് എന്തുള്ള കാര്യമുണ്ടാ അതെല്ലാം നാ നിങ്ങൾക്ക് തടയാണ്ടെ വിട്ടുപോയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ എത്തുപാട്ടുന്നതും അതേപോലെ നരകത്തിൽ നിന്ന് ബച്ചവാവുന്നതായി എന്തുള്ള കാര്യമുണ്ടാ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടിക്കറ് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയത്. ഇനി ആരായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയ ദീനില് എന്ത്ര ഒന്ന് പുതിയതായിട്ട് കൊമന്നുണ്ടായെങ്കിൽ അത് എന്താക്കുന്നുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെ അതിന് ബൽച്ചെറിയുന്നുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടിരി അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഹദീസ് നോക്കൂ. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ വിഷയത്തിൽ ചൊന്നെങ്കിൽ ഈ ദീനില് എന്തേ ഒന്ന് പുതിയതായിട്ട് കൊമന്നുണ്ടായെങ്കിൽ അതിന് നിങ്ങൾ ബൽച്ചെറിയണു അതിന് നിങ്ങൾ വിട്ടുപിടണുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടു. പിറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറോ തറക്തു ഫീകും അംറൈൻ. രണ്ട് വിഷയ നാൻ നിങ്ങൾക്ക് വിട്ടുപോയോണ്ടില്ല. ജണ്ട് വിഷയ മൂന്നാമത്തേതില്ല. രണ്ട് വിഷയ നാൻ നിങ്ങൾക്ക് വിട്ടുപോയോണ്ടില്ല. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. ആറ് അതിരെ ആ ജണ്ടറെ ഫോളോ ആക്കാറ അതിരെ ഗട്ടിപിടിക്കാറ അങ്ങ് ഒർക്കും തെറുതപ്പില്ല. അത് ഏതല്ല രണ്ട് വിഷയ? ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ എത്തിക്കറ്, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എത്തിക്കറ്. ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായി വന്ന ഹദീസ് എത്തിക്കറ്. അപ്പൊ ഖുർആനും സുന്നത്ത് ഖുർആനും ഹദീസിനെ ഫോളോ ആക്കുക എത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ട്. അങ്ങനെ ജീവിച്ച് കാട്ടി തന്നങ്ങേറ്റിക്കറാറ് സഹാബിമാറ് താബിഅമാറ് തബഉത് താബിമാർ. ചൊന്നെങ്കിൽ ഞങ്ങളെ ഈ സമുദായത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങളെ ഒന്നാമത്തെ 3 തലമുറ ആ ഫസ്റ്റ് 3 സെഞ്ചുറി അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടി തന്ന രൂപത്തിൽ ജീവിച്ചു പോയങ്ങേറ്റിക്കറാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയ ഞങ്ങൾക്ക് ഫസ്റ്റിಗೆ പഠിപ്പാട്ടി തന്നത് ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. പിന്നൊരു ഹദീസിൽ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അതെ നന്റെ തലമുറ ഇട്ടിക്കറ് നന്റെ സെഞ്ചുറി ഇട്ടിക്കറ് എല്ലാ തന്നെ ഖൈറായ സെഞ്ചുറി. അതിൽ പിന്നെ ഖൈറായങ്ങ അതിൽ പിന്നെ ബണ്ടങ്ങ അതിൽ പിന്നെ ഖൈറായങ്ങ അതിൽ പിന്നെ ബണ്ടങ്ങ ഇങ്ങനെ 3 സെഞ്ചുറി എന്നിട്ടേറ്റിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ എല്ലാ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളേ എല്ലാ തന്നെ ഖൈറായ സെഞ്ചുറി ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിർ. അപ്പൊ ഈ 3 തലമുറയിലുള്ള ആൾമാറ് നമുക്ക് എന്തിനു പഠിപ്പാട്ടിറാറ അതേറ്റിക്കറ് ദീന്. അത് മാത്രല്ല മുസ്ലിം സമുദായ ಬೇರೆ ಬೇರೆ പങ്കെടുത്തു പോകുമ്പോ ഞങ്ങൾ എന്താക്കുന്നുണ്ടായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരോ അല്ലെ. ಬೇರೆ ಬೇರೆ ഗ്രൂപ്പായിട്ട് ಬೇರೆ ಬೇರೆ ടീമായിട്ട് ಬೇರೆ ಬೇರೆ പങ്കെടുത്തു മുസ്ലിം സമുദായ പോകുമ്പോ എന്തിനാക്കുന്നു ചൊന്തു കൃത്യമായിട്ടുള്ള ഒരു മാർഗദർശന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തന്നത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ യഹൂദിമാർ 71 വിഭാഗമായിട്ട് പോയിരാർ, നസാറക്കന്മാർ 72 വിഭാഗമായിട്ട് പോയാർ. നന്റെ സമൂഹ സതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ നന്റെ ഉമ്മത്തിങ്ങ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങ എന്നങ്ങ 73 വിഭാഗമായിട്ട് പോണ്ടാറ്. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ.
எல்லாரும் நரகத்துக்கு போண்டாரு, ஒரே ஒரு விபாகத்தை நைத்திக்கிறார் சொர்க்கத்துக்கு போண்டங்க. அப்ப சஹாபிரங்க கேட்டாரு, நபியே ആ ഒരു വിഭാഗ ആൾമാർ ആറ്, ആ സ്വർഗത്തിക്ക് പോണ്ട വിഭാഗ ആൾമാർ ആറ് ഞങ്ങക്ക് നിങ്ങൾ ചൊന്തറു ചൊന്തു ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പേര അല്ലെങ്കിൽ അങ്ങനെ കുടുംബ മഹിമമ അല്ല ഞങ്ങക്ക് പഠിപ്പാടി തന്നര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലറേ, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, നാനും നന്റെ സഹാബിമാർ ഏത് മാർഗത്തിൽ പോയിരാറാ ആ മാർഗത്തിൽ പോണ്ടങ്ങ ഇട്ടിക്കറാർ സ്വർഗത്തിക്ക് പോണ്ടങ്ങ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ട്. അപ്പൊ ഞങ്ങൾ എപ്പം ആലോചനാക്കുനായത് സഹാബിമാർ, താബിമാർ, തബഉത്താബിമാർ അങ്ങ പോയി അങ്ങ കാട്ടി തന്നെ മാർഗത്തിൽ ഇട്ടിക്കൊണ്ട് ഞങ്ങൾ പോണായി. ഖുർആാനും സുന്നത്ത് മാത്രമേയാവില്ല, ഖുർആാനും സുന്നത്തും സഹാബിമാർ അർത്ഥാക്കിയ രൂപത്തിൽ അർത്ഥാക്കിട്ട് എത്തിക്കൊണു ഞങ്ങൾ പോണായി. കാരണം ഖുർആാന്റെ വ്യാഖ്യാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബായിൽ നിന്ന് ഡയറക്റ്റ് കേട്ട് പഠിച്ചങ്ങ എത്തിക്കാറ് സഹാബിറങ്ങ, സഹാബിറങ്ങളിൽ നിന്ന് ഡയറക്റ്റ് കേട്ട് പഠിച്ചങ്ങ എത്തിക്കാറ് താബീറങ്ങ, താബീറങ്ങളിൽ നിന്ന് ഡയറക്റ്റ് കേട്ട് പഠിച്ചങ്ങ എത്തിക്കാറ് തബഉത്താബീറങ്ങ. അപ്പൊ ഈ മൂന്ന് തലമുറ, ഈ മൂന്ന് സെഞ്ചുറിയിലുള്ള ആൾമാർ അങ്ങ എന്തൊരു ദീനായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാടി തന്നറാറാ അതേ ടിക്കറ് ദീന്. അണ്ടത്തെ കാലത്ത് എന്തൊരു ദീനല്ലമാ അത് ദീനല്ല, അത് എന്തും ദീനല്ല ചൊല്ലതേ ടിക്കണു ഞങ്ങൾ മനസ്സിലാക്കുകൊള്ളി. ഊടെ ഇത്തിക്കറ് ഇനി ബറുകു പോണ്ടതായോ നബിര ജന്മദിനാചരണ റബിയുൽ അവ്വൽ തിങ്കളാവുമ്പത്തുകു ഞങ്ങളുടെ റായത്തു സുന്നി മുസ്ലിയാക്കന്മാർ പാവപ്പെട്ട ആൾമാരെ മങ്കാക്കിട്ട് റബിയുൽ അവ്വൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ഇട്ടിക്കറ്, അത് നബി പെത്ത നാളെ ഇട്ടിക്കറ്, അത് ഞങ്ങൾ കൊസിയാക്ര നാളെ ഇട്ടിക്കറ്, അവിടെ ഇബാദത്താക്കണു അല്ലെങ്കിൽ അവിടെ അണ്ടത്തെ നാളെ ആഘോഷിക്കണു, അതൊരു ഇബാദത്തെ ഇട്ടിക്കറ്, അത് നബിരൊട്ടിക്കുള്ള പെരുസ ഇട്ടിക്കറ്, അതിൽ കൂലിയുണ്ടു പ്രതിഫലം ഉണ്ടുണ്ടല്ല ചൊന്തു ആൾമാരെ മങ്കാക്കിട്ട് അങ്ങനെ കീസൻ ഉറക്കിരുത് ഇട്ടിക്കറ് ഞങ്ങൾക്ക് കാണാൻ സാധ്യമാണ്. മാത്രമാ ഖുർആാനും സുന്നത്തിന്റെ അടിസ്ഥാനത്തില് സഹാബിമാർ അർത്ഥാക്കിയ രൂപത്തിൽ ഈ ഒരു മാനദണ്ഡത്തിൽ ഞങ്ങൾ ദീന പഠിക്കുക പോയിട്ടായെങ്കിൽ അവിടെ നബിയുടെ ജന്മദിനാചരണ ചൊല്ലത് ദീൻ അല്ലാണ്ട് എത്തിക്കരുത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഒന്നാമത്തേത് ഖുർആാനോ ഏതേ ഒരു ആയത്തില് 114 സൂറത്തില് ഏതേ ഒരു ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല ഡയറക്റ്റ് ആയിട്ട് ഇതാ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആചരണ ആക്കൊരു റബിയുൽ അവ്വൽ 12 അത് നബിയുടെ ജന്മദിന ഇട്ടിക്കറ് ചൊന്തന്നതായ ഒരേ ഒരു ആയത്ത് കാട്ടു സാധ്യത ഇല്ല. ഇനി ഖുർആനിൽ ആയത്തില്ലണ്ടായെങ്കിൽ രണ്ടാമത്തത് സ്വഹിയായ ഒരു ഹദീസ്, ലാക്ക് കണക്കിൽ ഹദീസ് ഉണ്ട്. ഏതേ ഒരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് ഞങ്ങളൊട്ടിക്ക് ചൊന്നതായിട്ട് ഇതാ റബിയുൽ അവ്വൽ 12 നന്റെ ജന്മദിന ഇട്ടിക്കറ് അണ്ട് നിങ്ങൾ ആചരണ ആക്കണു, അണ്ട് നിങ്ങൾ ഈദായിട്ട് കാണണു, അണ്ട് നിങ്ങൾ സന്തോഷിക്കണു ചൊന്തു ഒരേ ഒരു ഹദീസ് സ്വഹിയായ ഒരേ ഒരു ഹദീസ് കാട്ടു സാധ്യത ഇല്ല. അപ്പൊ ഖുർആനിലും ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹിയായ ഹദീസിലും ഇല്ല. അപ്പൊ മൗലവി ഖുർആനില് സൂറത്തു യൂനുസിലെ 58-ാമത്തെ ആയത്ത് മുസ്ലിയാക്കന്മാർ ഓതറാറല്ലേ, അപ്പൊ അതിന്റെ ആയത്തല്ലേ ചൊന്തു കൊറിയന്മാർ കേൾക്കുവാർ അല്ലേ? സൂറ യൂനുസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഈ ആയത്ത് നബിയുടെ ജന്മദിന ആചരണക്ക് ദലീലായിട്ട് മുസ്ലിയാക്കന്മാർ കൊമണ്ടാർ. കൂടെ ഞങ്ങൾ പരിശോധിക്കുന്നു നാണുപാട ചൊന്നതായി മാനദണ്ഡത്തെ അടിസ്ഥാനത്തില് ഖുർആാനും ഹദീസിലെ സഹാബിരങ്ങ അർത്ഥാക്കിയ രൂപത്തിൽ ഞങ്ങൾ അർത്ഥാക്കുമ്പോത്തുകു ഊടെ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് ഡയറക്റ്റ് ഓതി തന്നിരല്ലേ, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വഹി ഇറക്കി തന്നിരല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല വഹിയായിട്ട് കൊടുത്തരെ. സൂറ യൂനുസ് 58-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാസിലാക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങൾക്ക് ഫസ്റ്റ് പഠിപ്പാട്ടി കൊടുത്തു, സഹാബിരങ്ങ താബീറങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുത്താറ്, താബീറങ്ങ തബഉത്താബീറങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുത്താറ്. ഈ ആൾമാർ 3 സെഞ്ചുറിയിലുള്ള ഒരേ ഒരു ആൾമാർ ഈ ആയത്ത് പഠിച്ചിട്ട് നബിയുടെ ജന്മദിന ആചരണ ആക്കിയിട്ടില്ല. അപ്പൊ അതെന്റെ അങ്കർത്തില്ലേ അതേ ടിക്കറ് ഒന്നാമത്തെ എന്താ മനസ്സിലാക്കൂല്ലേ? ഞാൻ ചൊന്നല്ലേ, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, നാനും നന്റെ സഹാബിമാർ ഏത് മാർഗത്തിൽ പോണ്ടർ ആ മാർഗത്തിൽ പോണ്ടങ്ങ ടിക്കറാർ സ്വർഗത്തിൽ പോണ്ടങ്ങ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടുമ്പോ ഒരു ആയത്ത് നമുക്ക് കിട്ടുമ്പോ ആ ആയത്തിലെ ഇതേ രൂപത്തിൽ ഞങ്ങൾ അർത്ഥാക്കുന്നു സഹോദരന്മാരെ. ഖുർആന്റെ ആയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വ്യാഖ്യാനാക്കുള്ളതല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അർത്ഥവീക്കുള്ളതല്ല. സഹാബിരങ്ങും താബിരങ്ങും തബഉത്താബിരങ്ങും അർത്ഥം വെച്ച പോലെ അങ്ങ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ടിക്കറ്. അപ്പൊ അങ്ങ പഠിച്ചിട്ട് ഈ ആയത്ത് പ്രാവർത്തികമാക്കിയിട്ടില്ലാണ്ടാ നിങ്ങൾ ചൊല്ലേ. ഈ ആയത്ത് സഹാബിരങ്ങ
താബിറങ്ക് പഠിപ്പാട്ടിട്ട് താബിറങ്ങ തമിഴ് താബിറങ്ക് പഠിപ്പാട്ടിട്ട് ഇമാമുമാർ പഠിച്ചിട്ട് അത് മുഹദ്ദിസുമാർക്കും പഠിപ്പാട്ടിട്ട് മുഹദ്ദിസുമാർ ബാക്കിന്നങ്ക് പഠിപ്പാട്ടിട്ട് ഇങ്ങനെ 3 സെഞ്ചുറിലുള്ള ആൾമാർ ഒരേ ഒരു ആൾമാറും നബിയുടെ ജന്മദിനാചരണാക്കിട്ടില്ല. അത് നിങ്ങളെ മുസ്ലിയാക്കന്മാരും ഒപ്പുറതായ ഒരു കാര്യത്തിക്കത്. ഞങ്ങ മാത്രം ചൊല്ല വിഷയമല്ല. നബിയുടെ ജന്മദിനാചരണ ചൊല്ലത് അത് 3 തലമുറ ഇല്ലാത്ത ചൊല്ലത് എത്രമാ നിങ്ങളെ ആൾമാർ സമയത്ത് ചൊന്നത് കാണാൻ സാധ്യവും. തഴവ മുഹമ്മദ് കുഞ്ഞി ചൊന്തുറാൽ അയാള് നബിയുടെ ജന്മദിനാചരണ അംഗീകരിക്കല്, അതേപോലെ അതൊക്കെ പ്രോത്സാഹിച്ചു ഇന്ന ഒരാള്. അയാള് പാടിയ പാട്ടിൽ എന്തിനാ കാണ്ടേ, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അല്ലെ, 300 ഇല്ലാത്ത മൗലൂദ് മൗലൂദ് കഴിക്ക മൗലൂദ് ആക്കരുത്. പിന്നെ അത് ഹിജ്റ 300 ശേഷം വന്നത്, 300 പിന്നെ വന്നതായിട്ടിക്കരുത്. അല്ലെ, അത് മാത്രല്ല ഇമാം സുയൂത്തിരല്ലേ നബിയുടെ ജന്മദിനാചരണക്ക് വെല്ലായിട്ട് കൊമണ്ട് ഇമാം സുയൂത്തിരേറ്റിക്കറിയുക. ഇമാം സുയൂത്തി ചൊന്നു വെച്ചതായ ഒരു ചെറിയ ഇബാറത്തെടുത്തിട്ട് അത് ബിദ്അത്തുൻ ഹസനായിട്ട് ഇമാം സുയൂത്തി ചൊന്നൊരു അങ്ങനെ ചൊന്നൊരു ഇങ്ങനെ ചൊന്നൊരു ഇമാം സുയൂത്തിനെ കൊമണ്ടാണ്. യഥാർത്ഥത്തിൽ ഇമാം സുയൂത്തി പോലും ചൊന്നിരെന്തേ ഇത് നബിയുടെ ജന്മദിനാചരണ ചൊല്ലത് അതെ 3 തലമുറയുള്ള ആൾമാർ ആക്കാത്തതേറ്റിക്കറ്, അത് പിന്നെ വന്നതേറ്റിക്കറ്. അതെ സ്വാഹിബ് ഇർബൽ ആള് മുദഫർ രാജാവ് കൊമ്പന്തേറ്റിക്കറ് ചൊന്ന ഇമാം സുയൂത്തി അയാളുടെ അൽഹാവിൽ ഫത്താവ ചൊല്ലേ ഗ്രന്ഥത്തില് ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യവും. ഇമാം സുയൂത്തി ചൊല്ലത് നോക്കൂ, ഈ മൗലൂദ് ആഘോഷ ചൊല്ലത് നബിയുടെ ജന്മദിനാചരണ ചൊല്ലത് ഒന്നാമത്തേതായിട്ട് പുതിയതായിട്ട് കൊമന്തരെ സാഹിബ് ഇർബൽ ആള് ചൊന്നെങ്കിൽ അൽ മലിക്കുൽ മുദഫർ രാജാവ് എത്തിക്കറ്. അപ്പൊ നോക്കൂ, ഇത് 3 തലമുറ ഫസ്റ്റ് 3 തലമുറയിൽ ഇല്ലാത്തത് ചൊന്തു ഇമാം സുയൂത്തിയെ ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യവും. ഇമാം സുയൂത്തി മാത്രമല്ല എത്രമാ ഇമാമിങ്ങ ചൊല്ലത് നമുക്ക് കാണ്ട്. അപ്പൊ ഞാനത് ചമ്മ ഉദ്ധവലിക്ക് ഉദ്ദേശിക്കില്ല. അപ്പൊ ഞാൻ ചൊന്ന വന്നെന്ന് ചൊന്നെങ്കിൽ ഈ ജന്മദിനാചരണ ചൊല്ലത് ഞങ്ങള് മുന്നത്തെ സലഫുമാറ് സഹാബിമാർ താബിമാർ തമിഴ് താബിമാർ കാട്ടാത്ത ഒരു അനാചാരത്തിക്കർ പുതിയതായിട്ട് കൊമ്പന്നതായി ബിദഅത്തൈത്തിക്കറിച്ചുള്ളത് എല്ലാവരും മനസ്സിലാക്കാനായ ഒരു കാര്യത്തിക്കർ. നോക്കൂ, നിങ്ങളുമേ ആൾമാറായിട്ടുള്ള സിംസാറുൽ ഹഖ് ഹുദവി അയാള് ചൊല്ലുന്ന ഒരു പൽക്ക നിങ്ങൾ കേട്ട് നോക്കൂ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ അവ കേട്ടാറല്ലേ, നബിയുടെ ജന്മദിനാചരണ സഹാബിറങ്ങ് ആക്കിട്ടില്ല ചൊല്ലത് അത് സമ, അതേപോലെ താബിറങ്ങ് ആക്കിട്ടില്ല ചൊല്ലതും സമ, താബിറങ്ങ് ആക്കിട്ടില്ല ചൊല്ലതല്ല സമ. അപ്പൊ ആക്കിട്ടില്ല ചൊല്ലു അംഗീകരിക്കുന്നതായിട്ടേക്ക് നമുക്ക് കാണാൻ സാധ്യമാണ്. ഇനി നിങ്ങളുമേ ഈ മുസ്ലിയാക്കന്മാരുമേ ഗ്രാൻഡ് മുഫ്തിയായിട്ടുള്ള പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ വലിയ ഗ്രാൻഡ് മുഫ്തിയായിട്ട് നിങ്ങളെ അയാള് ബിദഅത്തിന്റെ വിഷയം പഠിപ്പാട്ടി കൊടുക്കുമ്പോ ചൊല്ലു നോക്കൂ, മുന്നത്തെ 3 തലമുറ 3 സെഞ്ചുറിൽ ഇല്ലാത്തത് അങ്ങ് ആക്കാത്തത് ഉണ്ടായെങ്കിൽ അത് ബിദഅത്തായിട്ടിക്കറ് അയാൾ പഠിപ്പാട്ടി തണ്ടത് നിങ്ങൾ കേട്ട് നോക്കൂ. എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ശറയിൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ അല്ലെങ്കിൽ ശറയിൽ ഉള്ളതിൽ ചുരുക്കിയത്, ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കം അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ, ശർഈയായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ബിദഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ മുന്നോത്തങ്ങ ആക്കാത്തത് ഒരു ദീന്റെ അടിസ്ഥാന ഇല്ലാണ്ട് പുതിയതായിട്ട് കൊമന്നുണ്ടായെങ്കിൽ അത് ബിദഅത്തൈത്തിക്കറിൻ ക്ലിയർ ആയിട്ട് അയാൾ പഠിപ്പാട്ടി തന്നോണ്ടു. ഇത് എല്ലാ മുസ്ലിയാക്കന്മാരും ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുത്തെങ്കിൽ ഇന്റെ ജന്മദിനാചരണ ഇക്കലാന്ത് അല്ലെ, ആൾമാർ ഇന്റെ ജന്മദിനാചരണ ആക്കുകയെ പോവലാന്ത്. മാത്രം മുസ്ലിയാക്കന്മാർക്ക് ബയർ നോക്കണം, മുസ്ലിയാക്കന്മാർക്ക് കീസൽ കാസ് നോക്കണം. അതേറ്റിക്കർ അങ്ങനെ പ്രോബ്ലം. അപ്പൊ ഇത് ചൊന്നു കൊടുത്തിട്ടുണ്ടായെങ്കിൽ പിന്നെ ആൾമാർ നിപ്പാട്ടുണ്ടായെങ്കിൽ ബയർ നോക്കുക
കീസൽ കാസ് നുടയ്ക്കുമല്ല അതേറ്റിക്ക് വലിയ പ്രോബ്ലം. അപ്പൊ സഹോദരന്മാരെ ചൊന്നുവന്ന വിഷയം എന്താ ചൊന്നെങ്കിൽ ഹിജറ 300 മുതലായിട്ട് ഒരാളും കാട്ടിത്തരാത്തെ പുതിയ ഒരു അനാചാരത്തിക്കറ് ബിദാത്തൈത്തിക്കറ് ജന്മദിനാചരണ ചൊല്ലത് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാ ഇതിലെ ബാക്കി വിഷയം നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പൽക്ക പറയുക. അള്ളാഹു സുബ്ഹാനഹു തആല സത്യത്തെ സത്യമായിട്ട് കണ്ടിട്ട് അതിനെ മനസ്സിലാക്കുകയും ബാത്തിലായി കണ്ടിട്ട് അതിനെ ബൽച്ചെറിയവും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.